നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുരോഗമനപരമായ നിലപാട് പറയാൻ ഇക്കാലത്ത് ഏറെ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും പണ്ടുള്ളവർ ഭാഗ്യവാന്മാരാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒരു കിലോമീറ്ററിലേറെ നീളം വരുന്ന ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലം മീഞ്ചന്തയിൽ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ്. പ്രകടന പത്രികയെ തകിടം മറിച്ചുള്ള മദ്യനയം ജനവഞ്ചനയാണെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ. ECHS പദ്ധതി സുതാര്യമാക്കണമെന്ന് വോയ്സ് ഓഫ് എക്സ് സർവീസ്മെൻ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. പുരോഗമനപരമായ നിലപാട് പറയാൻ ഇക്കാലത്ത് ഏറെ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും പണ്ടുള്ളവർ ഭാഗ്യവാന്മാരാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഡോക്ടർ PA ഫസൽ ഗഫൂറിന്റെ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ PA ഫസൽ ഗഫൂർ രചിച്ച എന്റെ വീക്ഷണം എന്റെ നിരീക്ഷണം എന്ന പുസ്തകം കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. വയലാർ ONV P ഭാസ്കരൻ തുടങ്ങിയവർക്കെല്ലാം ഒരു പരിധിവരെയും കടന്നു ചെന്ന് അഭിപ്രായം പ്രകടിപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത്തരം അഭിപ്രായം പറയാൻ പലതും സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പറഞ്ഞു. രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്, കുറയുന്നില്ല. ഇതിലെല്ലാം സ്തുതിഗീതം പാടുന്നവരുടെ എണ്ണം കുറയുന്നില്ല. ഓരോ നറേറ്റീവുകൾ ഉണ്ടാക്കിയാണ്. എന്നിട്ട് എന്തൊരു എളുപ്പമാണ് ഇപ്പോ. ഗാന്ധിയൊക്കെ എത്രയോ പാടുപെട്ടിട്ടാണ് 1.5 ലക്ഷം പേജ് എഴുതി ഈ ലോകത്തെ മനുഷ്യരോട് മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഞാൻ പറയപ്പോഴും ഈ വിമാനങ്ങളില്ലാത്ത കാലത്ത് 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറിയിട്ടാണ് ഈ കൊച്ചു കേരളത്തിൽ 33 സ്ഥലത്ത് വന്ന് ഗാന്ധി പ്രസംഗിച്ചിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അല്ലെ, ആളുകളുമായിട്ടുള്ള ആശയവിനിമയമായിരുന്നു. അതിനാണ് 1.5 ലക്ഷം പേജുകൾ അദ്ദേഹം എഴുതിയത്. ഗാന്ധിയുടെ ലിറ്ററേച്ചർ 1.5 ലക്ഷം പേജാണ്. അങ്ങനെ എഴുതി പ്രസിദ്ധീകരിച്ച് ഈ യാത്ര ചെയ്ത് പ്രസംഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ ആളുകൾക്ക് എത്ര എളുപ്പമാണ്. KT കുഞ്ഞിക്കണ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. MK മുനീർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PK അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ PA ഫസൽ ഗഫൂർ, KK കുഞ്ഞുമൊയ്തീൻ, CT സക്കീർ ഹുസൈൻ, NP ചെക്കുട്ടി, UK കുമാരൻ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, OV സലാഹുദ്ദീൻ, ATM അഷറഫ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1 കിലോമീറ്ററിലേറെ നീളം വരുന്ന ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലം മീഞ്ചന്തയിൽ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ്. നവീകരിച്ച AKG മേൽപ്പാലത്തിന്റെയും ദീപാലങ്കാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ നവീകരിച്ച AKG മേൽപ്പാലത്തിന്റെയും പാലത്തിന്റെ വൈദ്യുത ദീപാലങ്കാരത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മീഞ്ചന്ത മേൽപ്പാലത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ ചെറുവണ്ണൂരിലും മേൽപ്പാലം വരുന്നുണ്ട്. അവിടെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചു. ചെറുവണ്ണൂർ മീഞ്ചന്ത മേൽപ്പാലങ്ങൾക്കായി ആകെ 200 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പന്നിയങ്കര ഫ്ലൈ ഓവർ വന്ന് കുറേയേറെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിലും അവിടെ നിന്നും തെക്ക് ഭാഗത്തേക്കുള്ള യാത്ര വലിയ പ്രയാസം നിറഞ്ഞതാണ്. വട്ടക്കിണറിലും മീഞ്ചന്തയിലും അരീക്കാടും ഒക്കെ മണിക്കൂറുകളോളമാണ് ഈ പ്രദേശത്തുള്ളവരുൾപ്പെടെ ഗതാഗത കുരുക്കിൽ പെട്ടുപോകുന്നത്. ഒരുപക്ഷെ AKG ഫ്ലൈ ഓവർ വരുമ്പോഴുള്ളൊരാവശ്യമാണ് മീഞ്ചന്തയിൽ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ളത്. അത് മീഞ്ചന്ത പരിസരത്തുള്ളവരുടെ മാത്രം ആവശ്യമായിരുന്നു, ഈ കുറ്റിച്ചിറ ഭാഗത്തുള്ളവരുടെയും ആവശ്യമാണ്. വട്ടക്കിണർ മുതൽ മീഞ്ചന്തയുടെ മുകളിലൂടെ അരീക്കാട് ഇറങ്ങുന്ന ഒരു ഫ്ലൈ ഓവറിന് 200 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുക.
പരിപാടിയിൽ അഹമ്മദ് ദേവർകോവിൽ MLA, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, കൌൺസിലർമാരായ K മൊയ്തീൻ കോയ, P മുഹസിന, പൊതുമരാമത്ത്, പാലം വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS അജിത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ഷൈനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രകടന പത്രികയെ തകിടം മറിച്ചുള്ള മദ്യനയം ജനവഞ്ചനയാണെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 480 ദിവസം പിന്നിട്ട മലപ്പുറം മദ്യവിരുദ്ധ സമരത്തിനും 105 ദിവസം പിന്നിട്ട ആലപ്പുഴ സമരത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, 232, 447 വകുപ്പുകൾ പുനഃസ്ഥാപിക്കാനും സ്കൂൾ സിലബസിൽ ലഹരി വിരുദ്ധ പാഠങ്ങൾ ചേർക്കാൻ സർക്കാർ സന്നദ്ധമാകുക, നരുക്കുനി മദ്യഷാപ്പ് മാറ്റുമെന്ന് എക്സൈസ് അധികാരികൾ നൽകിയ രേഖാമൂലമായ ഉറപ്പ് പാലിക്കുക, സിവിൽ സ്റ്റേഷനകത്ത് നടക്കുന്ന മദ്യപാനം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് നടത്തിയ സത്യാഗ്രഹത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് BP ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷനായി. ഡോക്ടർ ഹുസൈൻ മടവൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രൊഫസർ TM രവീന്ദ്രൻ, പ്രൊഫസർ OJ ചിന്നമ്മ, ശ്രീമതി ബീന പൂവത്തിൽ, ആന്റണി ജേക്കബ് ചാവറ, ഹരിദാസൻ പൊക്കിനാരി, PI അജയൻ, ചൈത്രം രാജീവൻ, സിസ്റ്റർ മൗറില്ല, അബ്ദുള്ള പടയാട്ട്, PK കൗസല്യ, വാസന്തി മാക്കാത്ത്, ഗോപാലകൃഷ്ണൻ പടുവാട്ട്, സെബാസ്റ്റ്യൻ മേനമ്പട, P ഗൗരി, സജീവൻ കക്കടവത്ത്, അഷ്റഫ് ചേലാട്ട്, റിട്ടയേർഡ് SI മാളു, ജയരാജൻ CK, സന്തോഷ് പന്തീരങ്കാവ്, ആലിക്കുട്ടി കൊടുവള്ളി, TA കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പൊയിലിൽ കൃഷ്ണൻ സ്വാഗതവും K സജീവൻ നന്ദിയും പറഞ്ഞു. കളക്ടർക്കും DECക്കും നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിമുക്ത ഭടന്മാർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിനായി രൂപീകരിച്ച ECHS പദ്ധതി സുതാര്യമാക്കണമെന്നും ചികിത്സ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ. ഡിസംബർ 9 കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ECHS ഓർഡർ ആണല്ലോ, കാർഡ് ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ എംപാനൽ ആശുപത്രികളെ സമീപിക്കുന്നു. എന്നാൽ ആ എംപാനൽ ആശുപത്രികൾ ഇവിടെ ബെഡില്ല, ICU ഇല്ല, ഡോക്ടർ ഇല്ല എന്ന കാരണത്താൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറയും. കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിൽ ഒപ്പുവെച്ച ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എംപാനൽഡ് ആശുപത്രികൾക്കെതിരെ നടപടിയെടുക്കുക, സൈനിക ക്ഷേമ ഓഫീസുകളിലെ നിയമനങ്ങൾ സുതാര്യമാക്കുക, സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വോയിസ് ഓഫ് എക്സ് സർവീസ്മെന്റെ നേതൃത്വത്തിൽ ഡിസംബർ 9 കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. കോഴിക്കോട് സരോവരം ബയോ പാർക്ക് കവാടത്തിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് സമാപിക്കും. അപ്പോൾ ഗവൺമെന്റ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനടുത്ത് നടപടിയെടുക്കണം. എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ആ ഉടമ്പടി നിങ്ങൾ എങ്ങനെ ലംഘിക്കുന്നു? അവർക്ക് എന്തുകൊണ്ട് ചികിത്സ കിട്ടുന്നില്ല? അത് പരിശോധിച്ചിട്ട് നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് റേറ്റീസ് അത് വർദ്ധിപ്പിക്കണം. ഇപ്പോഴുള്ള റേറ്റീസ് വളരെ കുറവാണെന്ന് എംപാനൽ ആശുപത്രിക്കാർ പറയുന്നു. അതുകൊണ്ടാണ് ഈ ചികിത്സ നിഷേധിക്കുന്നത്. മാർച്ചിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ ജസ്റ്റിസ് ശാന്തകുമാരി അമ്മ നിർവഹിക്കുമെന്നും വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ പ്രസിഡന്റ് വിശ്വനാഥൻ A, സെക്രട്ടറി ഗിരീഷ് P, ട്രഷറർ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
റോട്ടറി കാലിക്കറ്റ് സൌത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കമായി. റോട്ടറി ഇന്റർനാഷണൽ 3204 ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. കൊമ്മേരി ALP സ്കൂളിന് കളർ പ്രിന്റർ, ചാലപ്പുറം അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ററാക്ട് ക്ലബ്ബ്, രാമനാട്ടുകര LIC കോളനിയിൽ അംഗപരിമിതർക്കായി വീൽചെയർ സമർപ്പണം എന്നീ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. റോട്ടറി ഇന്റർനാഷണൽ 3204 ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധറിന്റെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി നടന്ന പദ്ധതി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യജന്മക്കായി അന്തർദേശീയവും പ്രാദേശികവുമായ നിരവധി സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 107 വർഷമായി ലോകമെമ്പാടുമുള്ള റോട്ടറി ക്ലബ്ബുകളെയും ഡിസ്ട്രിക്റ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ സുസ്ഥിരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന റോട്ടറി ഫൗണ്ടേഷൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫൗണ്ടേഷനായി വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ റോട്ടറി സൌത്ത് പ്രസിഡന്റ് PCK രാജൻ അധ്യക്ഷനായി. 150 ദിവസം കൊണ്ട് 400 പ്രൊജക്ടുകളാണ് പൂർത്തീകരിച്ചത്. അടുത്ത ദിവസം കോഴിക്കോട് തഴമ്പാട്ട് താഴം വയോജന പാർക്ക് സമർപ്പിക്കുമെന്ന് ക്ലബ് പ്രസിഡന്റ് PCK രാജൻ പറഞ്ഞു. ഡോക്ടർ സേതു ശിവശങ്കർ, ജോർജ് ചെളാനി, സജിത് ഞാളൂർ, K രാധാകൃഷ്ണൻ, K അരവിന്ദാക്ഷൻ, സെക്രട്ടറി ഡോക്ടർ K ശ്രീജിൽ, ട്രഷറർ CA വിപിൻ രാജ്, ഡോക്ടർ സനത് രത്നം, TK രാധാകൃഷ്ണൻ, പ്രമോദ് പ്രഭാകർ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അക്യുപങ്ക്ചർ ജോയിന്റ് കൌൺസിൽ 2ാം സംസ്ഥാന സമ്മേളനം ഡിസംബർ 8-ന് കോഴിക്കോട് നടക്കും. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ ഗവേഷണങ്ങൾക്കും ഉപരിപഠനങ്ങൾക്കും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, ഗവൺമെന്റ് ആശുപത്രികളിലും ഹെൽത്ത് സെന്ററുകളിലും അക്യുപങ്ക്ചർ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട MK രാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അക്യുപഞ്ചറിനായി കൗൺസിൽ രൂപീകരിക്കുക, കൂടുതൽ ഗവേഷണങ്ങൾക്കും ഉപരിപഠനങ്ങൾക്കും സൗകര്യം ഏർപ്പെടുത്തുക, ഗവൺമെന്റ് ആശുപത്രികളിലും ഹെൽത്ത് സെന്ററുകളിലും അക്യുപങ്ക്ചർ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുക. ഡിസംബർ 8-ന് MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അഹമ്മദ് ദേവർകോവിൽ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷെറി J തോമസ് നിയമവിഷയങ്ങളുടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഉമ്മർ ഗുരുക്കൾ, സെക്രട്ടറി മൻസൂർ നിലമ്പൂർ, ട്രഷറർ റഫീഖ് വെന്നിയൂർ, മുഹമ്മദ് അലി മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന ഉപജീവനം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്ര റഫീഖ് നിർവഹിച്ചു. ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി ഒരു നിർധന കുടുംബത്തിന് കച്ചവട ബങ്കും അതിലേക്ക് ആവശ്യമായ സാധനങ്ങളുമാണ് നൽകിയത്. NSSന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ ആരംഭിച്ച സൗജന്യ തയ്യൽ പരിശീലന യൂണിറ്റ് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ M സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വളണ്ടിയർമാർ ശേഖരിച്ച മരുന്നുകളും അവർ നിർമ്മിച്ച മരുന്ന് കവറുകളും പാലിയേറ്റീവ് പ്രതിനിധികൾക്ക് കൈമാറി. 100ാം വാർഷികം ആഘോഷിക്കുന്ന GLPS കാരാടിന് ഗാന്ധി സ്മൃതി ഓപ്പൺ ലൈബ്രറി കൈമാറി. വളണ്ടിയർമാർ തയ്യാറാക്കിയ ഫറൂഖ് കോളേജ് പ്രദേശത്തിന്റെ ചരിത്രം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. NSS ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് 25,000 രൂപ കൈമാറി. ക്ലസ്റ്ററിലെ മറ്റ് സ്കൂളുകൾക്ക് ഫലവൃക്ഷ തൈകളും നൽകി. ബാഡ്ജ് വിതരണം, സർട്ടിഫിക്കറ്റ് വിതരണം, ജേഴ്സി വിതരണം എന്നീ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. ചടങ്ങിൽ NSS സൗത്ത് ജില്ലാ കൺവീനർ MK ഫൈസൽ, ബേപ്പൂർ ക്ലസ്റ്റർ കൺവീനർ KV സന്തോഷ് കുമാർ, HM മുഹമ്മദ് ഇക്ബാൽ കുന്നത്ത്, ഫാറൂഖ് ALP HM, CP സൈഫുദ്ദീൻ, PTA പ്രസിഡന്റ് CP ഷാനവാസ് തുടങ്ങിയവരും സംസാരിച്ചു. പരിപാടിയിൽ പ്രിൻസിപ്പൽ K ഹാഷിം അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ KC മുഹമ്മദ് സയ്യിദ്, ഇസ തസ്നീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഇനി ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP ഷീറ്റിന്റെ അമിത നിരക്ക് പിൻവലിക്കണമെന്ന് ശിവസേന. മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ശിവസേന പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസിൽ ഉപരോധിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സമിതി അന്യായമായി വർദ്ധിപ്പിച്ച OP ഷീറ്റിന്റെ അമിത നിരക്ക് ഈടാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജിലെ ഇത്തരം തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശിവസേന നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചത്. ആവശ്യത്തിന് മരുന്നോ മറ്റു സൗകര്യങ്ങളോ നൽകാൻ കഴിയാത്തവരാണ് വികസന സമിതിയുടെ പേരിൽ ഇത്തരം തലതിരിഞ്ഞ നടപടികൾ സ്വീകരിക്കുന്നതെന്നും ശിവസേന ആരോപിച്ചു. ഇത്തരം ജനദ്രോഹ നടപടികൾ അടിയന്തരമായി പിൻവലിച്ചുകൊണ്ട് സാധാരണക്കാരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അടിസ്ഥാന സൗകര്യമൊരുക്കി കൊടുക്കാൻ വികസന സമിതി മുന്നോട്ടു വരണമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ദിലീപ് ചെറുവള്ളി പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് വായിക്കോ, നിങ്ങൾക്ക് ഇവിടുന്ന് അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് നടത്താം, അതിന്റെ ഫണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് കൈയിട്ട് വാരി തിന്നാം. പക്ഷേ ഞങ്ങൾക്കൊന്നും അതിന് കഴിയില്ല. പ്രിയപ്പെട്ട വികസന സമിതിയുടെ നേതാക്കന്മാരെ, സൂപ്രണ്ട്, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, അന്ധമായ രാഷ്ട്രീയ സാഹചര്യം മാറ്റിവെച്ച് സൂപ്രണ്ട് പറഞ്ഞു പോലും ഞങ്ങൾ രാഷ്ട്രീയക്കാരെയൊക്കെ അറിയിച്ചു. ആരായി രാഷ്ട്രീയക്കാരെന്ന് അറിയുമോ? ഇവിടുത്തെ MLA-യുടെയും MP-യുടെയും ഒക്കെ പ്രതിനിധിയായി വികസന സമിതിയിലേക്ക് കടന്നു വന്ന കൊച്ചാട്ടന്മാരാണ് അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയക്കാര്. സംസ്ഥാന സെക്രട്ടറി വിൻസെന്റ് ബാലുശ്ശേരി, ജില്ലാ പ്രസിഡന്റ് മനീഷ് പാളയം, ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കോട്ടൂളി, റിനോൾഡ് ഗോവിന്ദപുരം എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദ കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ പ്രധാന ശാഖയുടെ നേതൃത്വത്തിൽ മെഗാ വായ്പാ മേള നടത്തി. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S. ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. നവംബർ 10 മുതൽ 30 വരെയാണ് ദി കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വായ്പാ മേളകൾ സംഘടിപ്പിച്ചത്. ഏത് ആവശ്യങ്ങൾക്കുമുള്ള ലോണുകൾ ലളിതമായ വ്യവസ്ഥയിലും മിതമായ പലിശ നിരക്കിലും വായ്പാ മേളയിലൂടെ ലഭിക്കും. വായ്പാ മേളയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇടപാടുകാർക്ക് പ്രോസസിംഗ് ചാർജ് ഈടാക്കില്ല എന്നതും സവിശേഷതയാണ്. കുതിരവട്ടം പോസ്റ്റ് ഓഫീസിന് സമീപം മെയിൻ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മെഗാ വായ്പാ മേള കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S. ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ വിവിധ പ്രൊഡക്റ്റുകളുടെ സ്വീകരണം മെയിൻ ബ്രാഞ്ച് മാനേജർ ദീപ സി നിർവഹിച്ചു. ബാങ്ക് ചെയർമാൻ TP ദാസൻ അധ്യക്ഷത വഹിച്ചു. 27ാം വാർഡ് കൗൺസിലർ റനീഷ് T, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് പ്രദീപ് PP, CCUB മുൻ ചെയർമാൻ AT അബ്ദുള്ളക്കോയ, ബാങ്ക് ഡയറക്ടർ പ്രജോഷ് MK, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. CCUB CEO രാകേഷ് P, മെയിൻ ബ്രാഞ്ച് മാനേജർ ദീപ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. IV ശശി മലയാള സിനിമയിൽ സമാനതകളില്ലാതെ സംവിധാന രംഗത്ത് സ്ഥാനമുറപ്പിച്ച പ്രതിഭ. മലയാളികൾക്കായി മറക്കാനാവാത്ത സിനിമകൾ ഒരുക്കിയ ആ അതുല്യ കലാകാരനെ കുറിച്ചാണ് ഇന്നത്തെ സിനിമാ ജാലകത്തിൽ. 3.5 പതിറ്റാണ്ട് കാലം കൊണ്ട് മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 170 സിനിമകൾ. 1948 മാർച്ച് 28 കോഴിക്കോട് വെസ്റ്റിൽ IV ചന്ദ്രന്റെയും കൗസല്യയുടെയും മകനായി ജനിച്ച ഇരിപ്പം വീട്ടിൽ ശശിധരൻ എന്ന മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ IV ശശിയുടെ വിശേഷണങ്ങൾ ഏറെയാണ്. ഉത്സവം എന്ന തന്റെ ആദ്യ സിനിമ മുതൽ ഏറെ വ്യത്യസ്തമായ സിനിമകളാണ് IV ശശി കാഴ്ചവെച്ചത്. അവളുടെ രാവുകൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച സീമ പിന്നീട് IV ശശിയുടെ സഹധർമ്മിണിയായി. ഏതാണ്ട് 30 സിനിമകളിൽ IV ശശി സീമയെ നായികയാക്കി. തൃഷ്ണ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ട് ഒരു പുതിയ തുടക്കം കുറിച്ചു. മോഹൻലാലിനെ ഇനിയെങ്കിലും എന്ന ചിത്രത്തിലൂടെ നായകവേഷത്തിൽ അവതരിപ്പിച്ചതും IV ശശി തന്നെ. കമൽഹാസനെ നായകനാക്കി മലയാളം, തമിഴ് ചിത്രങ്ങൾ ചെയ്തു. രജനീകാന്തിനെ ആദ്യമായി മലയാള സിനിമയിൽ അവതരിപ്പിച്ചതും IV ശശി തന്നെയാണ്. അമേരിക്കയിൽ വെച്ച് ആദ്യമായി ചിത്രീകരിച്ച മലയാള സിനിമയും IV ശശിയുടെ 7ാം കടലിനക്കരയാണ്. മോഹൻലാലിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ദേവാസുരം സംവിധാനം ചെയ്തത് IV ശശിയാണ്. MT, പത്മരാജൻ, T. ദാമോദരൻ, ഷെരീഫ്, ലോഹിതദാസ്, രഞ്ജിത്ത് തുടങ്ങിയ പ്രഗത്ഭന്മാരെല്ലാം IV ശശി ചിത്രങ്ങൾക്കായി തൂലിക ചലിപ്പിച്ചു. മലയാളത്തിലെ ആൾക്കൂട്ട രാഷ്ട്രീയ ചിത്രങ്ങൾ IV ശശിയുടേതാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് ജേതാവ് കൂടിയാണ് IV ശശി.
2017 ഒക്ടോബർ 24 തന്റെ 70ാമത്തെ വയസ്സിൽ IV ശശി ഈ ലോകത്തോട് വിട പറഞ്ഞു. ജില്ലാ വാർത്തകൾ കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുരോഗമനപരമായ നിലപാട് പറയാൻ ഇക്കാലത്ത് ഏറെ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും പണ്ടുള്ളവർ ഭാഗ്യവാന്മാരാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു കിലോമീറ്ററിലേറെ നീളം വരുന്ന ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലം മീഞ്ചന്തയിൽ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ്. പ്രകടന പത്രികയെ തകിടം മറിച്ചുള്ള മദ്യനയം ജനവഞ്ചനയാണെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ. ECHS പദ്ധതി സുതാര്യമാക്കണമെന്ന് വോയ്സ് ഓഫ് എക്സ് സർവീസ്മെൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.